ഭൂലോക ചട്ടമ്പി വന്നല്ലോ. പുറകെ പോലീസ് വണ്ടി വരുന്നുണ്ടോടി, ഞങ്ങളെ എല്ലാവരെയും കൂടെ കൊണ്ടുപോകാൻ. ആരെയും കൊണ്ടുപോകത്തുമില്ല, ആരും പരാതി കൊടുക്കത്തുമില്ല. കൊടുക്കേണ്ടത് തന്നെയാ ഞാൻ കൊടുത്തത്. ഇതൊക്കെ ചെയ്യാൻ ദേവിക ആരാ? ലോക പോലീസോ? അതോ അമ്മ പറഞ്ഞതുപോലെ ഭൂലോക ചട്ടമ്പിയോ? ഇല്ലാത്ത കേസിന്റെ പേരും പറഞ്ഞ് എന്നെ പോലീസ് സ്റ്റേഷനിട്ട് തല്ലിച്ചതച്ചപ്പോഴും ദേവികമോളുടെ കരണത്ത് ആ പോലീസുകാർ തല്ലിയപ്പോഴും ഒക്കെ നിനക്ക് ഈ ധാർമ്മിക രോഷം ഉണ്ടായിരുന്നോടി പാർവതി? അല്ലച്ച, അച്ഛനെന്താ ഇതൊക്കെ പറഞ്ഞ് ഇവരെ ന്യായീകരിക്കുന്നത്? കാര്യത്തിന്റെ ഒരു കിടപ്പുവശം വെച്ച് നോക്കുമ്പോ കാര്യം കിടക്കുവോ ഇരിക്കുവോ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടുവോ എന്ത് വേണമെങ്കിലും ചെയ്യട്ടെ. അതോർത്തേ ശരത്തുമോ ബുദ്ധിമുട്ടണ്ട. ഈ വിഷയം എങ്ങനെ പരിഹരിക്കണമെന്ന് എനിക്കും അറിയാം, ദേവികമ്മക്കും അറിയാം. ഓ, നടക്കട്ടെ, നന്നായിരിക്കട്ടെ. അച്ഛൻ പുരുഷന്മാരുടെ ജയിലിൽ കിടന്ന് ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കും, മരുമോള് വനിതകളുടെ ജയിലിൽ കിടന്ന് ആ ചപ്പാത്തി തിന്നും. അതിന് നിനക്ക് എന്നാടാ? നീയും നിന്റെ അമ്മയും ജയിലിലാകാതിരിക്കാനുള്ള വഴി എന്നാന്ന് വെച്ചാ നോക്ക്. ശരത്തേട്ടൻ ഇവരോടൊന്നും സംസാരിക്കാൻ നിൽക്കണ്ട. ചെന്ന് വിശ്രമിക്ക്. ഓ, ഇങ്ങനെയാണോ പാർവതി യുദ്ധം ജയിച്ചു വന്ന മരുമോളകത്തേക്ക് ആനയിക്കുന്നത്? എടി, നീ ചെന്ന് ആരതി ഒഴിയാനുള്ളതൊക്കെ ഇങ്ങോട്ട് എടുത്തോണ്ട് വാ. അതെ, ആഘോഷം ഒട്ടും കുറയ്ക്കണ്ട. ആഘോഷം എങ്ങനെ വേണോന്നേ ഞാൻ തീരുമാനിച്ചോളാം. ആ, അമ്മ കലക്കി വെച്ച അരത്ത വെള്ളമില്ലേ, എടുത്ത് ശരത്തുമോന്റെ തലയെക്കൂടെ ഒഴിക്കും. ചിലപ്പോ അവന്റെ തലയ്ക്ക് കുറച്ച് വെളിവ് കിട്ടും. നീ ഇങ്ങനെ ചാടിക്കടിക്കാതടാ മനോഹര. ഞാനൊരു കാര്യം പറയട്ടെ. ഓ, എന്നാ അമ്മേ? മനോഹര, നീ നിന്റെ മരുമോൾക്ക് കുറച്ച് ലേഹ്യമൊക്കെ വാങ്ങിച്ചു കൊടുക്കണം. കർക്കിടക മാസം വരാൻ പോകുന്നത്. അവളെ വല്ല ആരോഗ്യ ചികിത്സയ്ക്കും കൂടെ കൊണ്ടുപോയി വിട്. നല്ല ഓജസ്സിലും തേജസ്സിലും ഒക്കെ നിന്നാലല്ലേ ഇനിയും നാട്ടുകാരെ നല്ലവണ്ണം കേറി ഇടിക്കാൻ പറ്റൂ. ആ, ചിലരെയൊക്കെ സുഖചികിത്സയ്ക്ക് വിടേണ്ട സമയമായി. ഒട്ടും വൈകാതെ തന്നെ അതുണ്ടാകും. അമ്മ സമാധാനപ്പെടും. നിന്നോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യവും ഇല്ല. നീ ചാടിക്കേറിയേ പറയും. നീ വാടി പാർവതി. കൂട്ടക്കൈ എന്നാലും ഞാൻ വിചാരിച്ച പോലെ ഒന്നുമല്ല കേട്ടോ. ദേവികടുത്തി ഒരു മഹാസംഭവം തന്നെയാ. അവരെ ഒറ്റയടിക്ക് താഴെയിട്ടില്ലേ? ഒന്നും വേണമെന്ന് വെച്ചിട്ടൊന്നും അല്ലല്ലോ മോളെ, സാഹചര്യങ്ങളാ ദേവികടുത്തെ കൊണ്ടിങ്ങനെയൊക്കെ ചെയ്യിക്കുന്നത്. എന്നാലും എനിക്കതൊന്ന് കാണാൻ പറ്റിയില്ലല്ലോ. അവർക്ക് ഒരടി പോരായിരുന്നു, എടുത്തിട്ട് ചവിട്ടിക്കൂട്ടാൻ മേലായിരുന്നോ? അവളുടെ കയ്യിലിരിപ്പ് വെച്ച് ചവിട്ടിക്കൂട്ടേണ്ടതാ. പക്ഷെ അവിടുത്തെ അച്ഛനൊക്കെ ഇരിക്കുമ്പോ നമ്മൾ നമ്മുടെ ഒരു ഡിഗ്നിറ്റി കീപ്പ് ചെയ്യണ്ടേ? ആ, അത് വേണം. അധികം താമസിയാതെ അമ്മായിയപ്പനാവേണ്ട ആളല്ലേ? നിന്റെ നാക്ക് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ. വെളച്ചിലെടുത്താലേ നാക്കിൽ ഞാൻ കാന്താരി പൊട്ടിക്കും, പറഞ്ഞേക്കാം. ആ, കാന്താരി എന്നൊക്കെ പറഞ്ഞ് എന്നെ വരട്ടി നിർത്താൻ പറ്റും. പക്ഷേ അച്ഛന്റെ മുമ്പിലേ അതൊന്നും വില പോവില്ല. എന്റെ അച്ഛനെ മനസ്സിലാവും. ഞങ്ങൾ അച്ഛനും മോളും കൂടി വേണ്ടതൊക്കെ ചെയ്തോളാം. നീ ഇടയ്ക്ക് കയറി പ്രശ്നം ഉണ്ടാക്കാതിരുന്നാ മതി കേട്ടോ. ആ, ഞാനും സിദ്ധുവേട്ടനും കൂടെ ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. ഇഷ്ടം പോലെ സമയം എടുത്ത് ആലോചിച്ചോ. അതിനു മുൻപ് എനിക്ക് ചെയ്തു തീർക്കാനുള്ള കുറെ ജോലികളുണ്ട് മോളെ. എന്ത് ജോലിയാ മോളെ? അല്ലച്ചാ, നമ്മൾ പറഞ്ഞതുപോലെ ആ നടേശനിട്ട് ഒരു പണി കൊടുക്കണ്ടേ? ഉടനെ വേണ്ട മോളെ. ഇന്നത്തെ ഷോക്ക് ട്രീറ്റ്മെന്റിൽ പകച്ചിരിക്കുമായിരിക്കും അവര്. ഇതിന്റെ പൂവിലൊക്കെ അടങ്ങിയിട്ട് പോരെ അടുത്തത്? അങ്ങനെയല്ല അച്ഛാ, ഒന്നിന് പുറകെ ഒന്നായിട്ട് തിരിച്ചടികൾ കൊടുത്തോണ്ടേയിരിക്കണം. അല്ലെങ്കിൽ അവർ നമ്മളെ ചവിട്ടി താഴ്ത്തും. പിന്നെ നമുക്കൊരു ഉയർത്തെഴുന്നേൽപ്പുണ്ടാവില്ല.
ഏട്ടത്തി പറഞ്ഞത് ശരിയാ അച്ഛാ. അവർക്ക് ചിന്തിക്കാൻ പോലും അവസരം കൊടുക്കരുത്. ശത്രുവിനോട് ഒരു ദയം കാണിക്കേണ്ട കാര്യവുമില്ല. അച്ഛനെ കള്ളക്കേസിൽ കുടുക്കി സ്റ്റേഷനിലിട്ട് ഇടിച്ചപ്പോഴേ ഞാൻ കരുതിക്കോട്ടി വെച്ചതാ ആ നടേശന്. ഏട്ടത്തി, ഞാനൊരു കാര്യം പറയട്ടെ. അപ്പോ നമ്മൾ തീരുമാനിച്ചതുപോലെ മോള് കാര്യങ്ങൾ നീക്കിക്കൂ. നടേശൻ സാറിനോട് ഒരു പൊതിച്ചോറിന്റെ കണക്ക് എനിക്കും വീട്ടാനുണ്ട്. എന്താ അക്ഷര നീ ഇങ്ങനെ ആലോചിച്ചു കൂട്ടുന്നത്? എന്റെ അമ്മയെക്കുറിച്ച് ഞാൻ ഓർക്കുമായിരുന്നു. അന്നത്തെ ആ ദിവസം എന്നെ സ്കൂളിലേക്ക് ഒരുക്കി വിട്ടിട്ട് ഡാഡി ചെയ്യാൻ പോകുന്ന സർജറി വിജയിക്കണമെന്ന പ്രാർത്ഥനയോടെ ഇവിടെ കാത്തിരുന്ന ആളാ എന്റെ അമ്മ. അന്ന് സ്കൂളിൽ പോകാൻ മടിച്ചിരുന്ന എന്നെ വൈകിട്ട് വരുമ്പോഴേക്കും പായസം ഉണ്ടാക്കി വെച്ചേക്കാന്ന് പറഞ്ഞാ വിട്ടത്. എന്നിട്ട് ക്ലാസ്സിനിടയ്ക്ക് നിന്ന് എന്നെ വിളിച്ചുകൊണ്ട് വന്നപ്പോ ഞാൻ കണ്ടത് എന്റെ അമ്മ ഇവിടെ